മാങ്ക ഗ്രാഫിക്കൽ നോവൽസ് വായിക്കുന്നവരും ആനിമേസ് കാണുന്നവരൊക്കെയാണ് നമ്മളിൽ പല ആൾക്കാരും. സോ ഇന്നത്തെ വീഡിയോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ, ഡെത്ത് നോട്ട് തുടങ്ങിയ മാങ്ക അഡാപ്റ്റേഷൻസിന് ഇന്ത്യയിൽ വലിയൊരു ഫാൻ ബേസ് ആണുള്ളത്. ഞാനൊക്കെ വൺ പീസ് കാണാൻ തുടങ്ങിയ സമയത്താണ് മാങ്ക എന്ന ജാപ്പനീസ് കോമിക് കൾച്ചറിനെ പറ്റി മനസ്സിലാക്കിയത്. ഇപ്പൊ അടുത്തായി മലയാളത്തിലൊരു ഹൈബ്രിഡ് മാങ്ക നോവൽ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കുറെ ആയി കേൾക്കണു. ഫേസ്ബുക്കിലും കുറെ ട്രോളുകൾ കണ്ടു, ഇൻസ്റ്റയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലും കണ്ടു. സോ അതെന്താ സംഭവം എന്ന് നമുക്ക് അറിയണല്ലോ. ഒന്നും നോക്കിയില്ല, കാശ് കൊടുത്തു വാങ്ങിച്ചു. എല്ലാം എന്റെ ചെലവ്. സോ ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിലെ ഹൈബ്രിഡ് മാങ്ക നോവലായ കേസ് ഫയൽസ് എന്ന നോവലിനെ കുറിച്ചാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാരും അടിച്ചു കയറി വാ. സോ ഈ ബുക്കിനെ പറ്റി ഞാൻ അറിഞ്ഞത് ആനിമെ ഫാൻസ് കേരള എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന 3 സുഹൃത്തുക്കളുടെ കഥയാണ് ഈ ബുക്കിൽ പറയുന്നത്. ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂഡിൽ സ്റ്റാർട്ടാവുന്ന ഇതിന്റെ കഥ പെട്ടെന്ന് ട്രാക്ക് മാറി ഒരു ത്രില്ലർ മൂഡിലേക്ക് കടക്കുകയാണ്. മിക്ക ഡിറ്റക്റ്റീവ് നോവലിലെയും പോലെ ബുദ്ധിമാനായൊരു നായകനൊന്നും ഈ കഥയിൽ വരുന്നില്ല. എല്ലാവർക്കും തുല്യ പ്രാധാന്യം, വ്യക്തമായ ക്യാരക്ടർ ആർക്കൊക്കെ നൽകാൻ ഇതിന്റെ ഓതറിന് സാധിച്ചിട്ടുണ്ട്. പ്രായത്തിന്റെ വിവരമില്ലായ്മകളും അതിന്റെ ഒപ്പം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ടോക്സിക് പാരന്റിംഗ്, ജാതീയത, ഇതൊക്കെ ചെറിയ രീതിയിൽ ഈ നോവലിൽ പറഞ്ഞു പോകുന്നുണ്ട്. 2 അധ്യായങ്ങളാണ് ഈ ബുക്കിലുള്ളത്. ആദ്യത്തെ അധ്യായം ഒരു എക്സൈറ്റ്മെന്റോടെ അവസാനിക്കുമ്പോൾ ചാപ്റ്റർ 2 മൊത്തം ഒരു കിളിപോയ ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. സയൻസിലെ ചില തിയറികളും മിത്തോളജിയും കൂടി ചേർന്ന് ഒരു വലിയ വേൾഡ് ബിൽഡിംഗ് തന്നെ ചാപ്റ്റർ 2 നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ഈ നോവലിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ നരേറ്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയായിരുന്നു. അതിനെക്കുറിച്ച് കുറ്റം പറയാനൊന്നും ഇല്ല. കൂടുതലും ആക്ഷൻ സീക്വൻസുകളാണ് ഈ ബുക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഓരോ ചിത്രങ്ങളും ആ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഗംഭീരമാക്കാനായിട്ട് വലിയ രീതിയിൽ സഹായകമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫാന്റസി, സയൻസ് ഫിക്ഷൻ, ആക്ഷൻ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വർക്ക് തന്നെയാണ് കേസ് ഫയൽസ് എന്ന ഈ നോവൽ. പ്രത്യേകിച്ച് ആനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കെന്തായാലും ഈ സംഭവം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇടയ്ക്ക് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു കല്ലുകടി തന്നെ ആയിരുന്നു. ഒരു സ്ക്രീൻ അഡാപ്റ്റേഷനുള്ള സാധ്യതയൊക്കെ ഭാവിയിൽ ഞാൻ കാണുന്നുണ്ട് ഈ പുസ്തകത്തിന്. സോ നിങ്ങൾ ആരെങ്കിലും ഈ പുസ്തകം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പുസ്തകത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക.